ഹായ് നമസ്കാരം. നമ്മൾ പല രീതിയിലുള്ള വിത്തുകൾ നടുന്ന രീതി നമ്മുടെ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതി നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, നമ്മളിവിടെ പാവലിൻ്റെ വിത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്ത് പാവലിൻ്റെ വിത്തുകൾ പേട്രയിൽ മുളപ്പിച്ച് നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചെയ്തിരിക്കുന്ന രീതി, പാവലിൻ്റെ വിത്ത് നമ്മൾ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് നല്ല രീതിയിൽ അടിവളങ്ങളെല്ലാം കൊടുത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ട ശേഷം അതിലേക്ക് വിത്ത് ഇട്ട ശേഷം ഇത് കണ്ടില്ലേ, ഇതേപോലെ പേപ്പർ കൊണ്ട് മൂടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഫോം ചെയ്യുകയും അതിലൂടെ പെട്ടെന്ന് വിത്ത് മുളച്ചു വരാനുള്ള പ്രേരണ കൂടുകയും ചെയ്യും. ഇപ്പോൾ സാധാരണ ഇതിൽ മഴ ആയതുകൊണ്ട് അധികമായിട്ട് വെള്ളം ഈർപ്പം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും ഒരു പരിധി വരെ ഈ പേപ്പർ കൊണ്ട് മൂടി വെക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വിത്തിനെ സംരക്ഷിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഈ രീതി നമ്മൾ അവലംബിക്കുന്നത്. ഇതേ രീതിയിൽ നമ്മൾ വിത്ത് മുളപ്പിച്ച ഒരു സെക്ഷനിൽ, അതായത് മത്തൻ്റെ വിത്തുകൾ മുളപ്പിച്ച ഇത് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അതേ രീതിയിൽ, അതായത് പേപ്പർ കൊണ്ട് മൂടി വിത്തുകൾ പാകിയ ഒരു തടമാണിത്. ഇത് മത്തനാണ്. ഇത് ഒരു ഓവൽ ഷേപ്പിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പുറത്തുനിന്ന് വന്ന ഒരു ഇനം വിത്താണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഈ വിത്ത് അയച്ചു തന്ന ആൾ പറഞ്ഞ പ്രകാരം, അതായത് നമ്മൾ അഞ്ചൽ അനീഷേട്ടനാണ് നമുക്ക് വിത്ത് അയച്ചു തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതേ രീതിയിൽ നമ്മൾ വിത്തുകൾ മുളപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് വിജയകരമായതുകൊണ്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലും അതേപോലെ അവിടെ വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടി തടങ്ങളിൽ പേപ്പർ വിരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നല്ല വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ പല രീതിയിലുള്ള ഇതേപോലെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാവും. അപ്പം വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.